ആദ്യം ശ്രീ PM നാരായണൻ, ഇന്ത്യ സൗദി ബന്ധം മുൻപ് ഉള്ള ഏതൊരു കാലത്തേക്കാൾ കൂടുതൽ ഊഷ്മളവും ദൃഢവും ആണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി മൂന്നാം തവണയും അവിടെ സന്ദർശനം നടത്തുമ്പോഴാണ് ഇന്ത്യ പാക് യുദ്ധമുണ്ടാകുന്നത്. ആ ചർച്ചകൾ പകുതി വഴിക്ക് നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എങ്കിലും ഭീകരതയെ ഉൾപ്പെടെ ഭീകരപ്രവർത്തനത്തെ ഉൾപ്പെടെ അപലപിക്കുകയും ചെയ്യുന്ന നടപടി സൗദിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വലിയ രീതിയിൽ ഊഷ്മള ബന്ധം തുടരുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി ഇങ്ങനെ ഒരു പ്രതിരോധ കരാറിൽ സൗദി ഏർപ്പെടുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇന്ത്യ സൗദി ബന്ധത്തെ ഏതെങ്കിലും തരത്തിൽ ഇത് സ്വാധീനിക്കുമോ? ഓരോ രാജ്യത്തിനും അതിന്റെ പ്രതിരോധ സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് അറബ് മേഖലയുടെ അമേരിക്കക്കെതിരെയുള്ള അല്ലെങ്കിൽ അമേരിക്കയെ ചൂണ്ടിയുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അറബ് ലോകത്തെ മാത്രമല്ല മൊത്തം മുസ്ലിം ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. അവരെ വലിയ രീതിയിൽ ആഘാതത്തിലാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ വലിയ ഒരു സമ്മേളനം, ഒരു മീറ്റിംഗ് കണ്ടത്. ആ മീറ്റിംഗിൽ അറബ് ലോകവും ഇസ്ലാമിക ലോകവും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇതിനെതിരെ ശക്തമായ നിലപാട് ഉണ്ടാവണമെന്നതാണ്. ഇതില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ കണ്ടത്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ GCC മേഖലയിലെ ഗൾഫ് മേഖലയുടെ മൊത്തം സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വം എന്നത് അമേരിക്കയ്ക്കാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ഉറപ്പിലാണ് ഗൾഫ് മേഖല നിലനിന്നിരുന്നത്. പക്ഷെ ആ ഉറപ്പിലാണ് ഇപ്പോൾ വലിയ വിള്ളലുണ്ടായത് ഇസ്രായേലിന്റെ ഖത്തറിന്മേലുള്ള നേരിട്ടുള്ള ആക്രമണത്തോടു കൂടെ. അപ്പോൾ ഈ മേഖലയിലെ വലിയ ഒരു പ്രതിസന്ധി വരുന്നുണ്ട്. ഈ കോണ്ടെക്സ്റ്റിലാണ് ഈ മേഖല മറ്റു വഴികളെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിലേക്കാണ് പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യം കടന്നു വരുന്നതും ഈ രീതിയിലുള്ള ഒരു അഗ്രിമെന്റ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെയോ അല്ല, അറബ് മേഖലയുടെ അല്ലെങ്കിൽ GCC മേഖലയുടെ ഒരു സെക്യൂരിറ്റിക്ക് അമേരിക്ക ഈ പണ്ടത്തെ പോലെ ഒരു സൗകര്യം ഒരുക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾക്ക് പറ്റുന്ന മറ്റു രാജ്യങ്ങളുമായി സെക്യൂരിറ്റി കരാറുകൾ ഉണ്ടാക്കും എന്ന ഒരു സിഗ്നൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്നതാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത് അങ്ങ് ചോദിച്ച ചോദ്യം, യെസ്, ഇന്ത്യക്ക് ഇതിൽ ഭീഷണി ഉണ്ടോ എന്നത്. തീർച്ചയായും ഇന്ത്യക്ക് ഇതിൽ ഭീഷണി ഉണ്ട്. അതിന് കാരണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നമ്മൾ കണ്ടതാണ്. മെയ് മാസത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം ഏതെങ്കിലും പാകിസ്ഥാനിലെ ഒരു ഭീകരവാദ ഗ്രൂപ്പിന് ഈ മേഖലയിലെ സെക്യൂരിറ്റിയെ മുഴുവൻ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു വാതിൽ ഈ അഗ്രിമെന്റിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഒരു രണ്ടു നിലയിലും വിശദീകരിക്കാം ഞാനത്. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരെ ഒരു അക്രമം വരികയാണെങ്കിൽ, അത് ടെററിസ്റ്റ് അക്രമം ആണെങ്കിൽ പോലും പാകിസ്ഥാനെ എതിരെ ഒരു യുദ്ധം ഇന്ത്യ പ്രഖ്യാപിക്കും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ അഗ്രിമെന്റ് പ്രകാരം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ചേർന്ന് ഒപ്പിട്ട ഈ അഗ്രിമെന്റ് പ്രകാരം പാകിസ്ഥാനെതിരെയുള്ള ഏതൊരു അക്രമവും സൗദി അറേബ്യക്കെതിരെയുള്ള അക്രമമായി ആ രാജ്യം കണക്കിലെടുക്കും എന്നുള്ള ഒരു ക്ലോസ് അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള അഗ്രിമെന്റ്സ് എല്ലാം ഒരു പരിധിക്കപ്പുറം നിലനിൽക്കാറില്ല. കാരണം പല രാജ്യങ്ങൾക്കും അവരുടെ ഒരു ഡിഫൻസ് കോഓപ്പറേഷനൊപ്പം തന്നെ അതിന്റെ മറ്റ് കോഓപ്പറേഷനുകളും വളരെ പ്രധാനമാണ്. അതായത് അതിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിലെത്താം. പക്ഷേ ഈ